ഇപ്പോൾ ഡിറ്റക്റ്റീവ് ആണെങ്കിലും ഇറങ്ങിയ സമയത്ത് അങ്ങനെയുള്ള അധികം കഥകളില്ല. അപ്പോൾ ഒരു ചാലഞ്ചായിട്ട് തോന്നിയിരുന്നോ? കാരണം ആദ്യത്തെ ഫിലിമും കൂടെയാണ്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. കാരണം കുറ്റാന്വേഷണ സിനിമകൾ, സസ്പെൻസ് ഉള്ള സിനിമകൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു കഥ, ഞാനിപ്പോൾ ഒരു കഥ പറയുകയാണ്, അതിപ്പോൾ ലവ് സ്റ്റോറി ആയിക്കോട്ടെ, ഹ്യൂമൻസ്, ആ കഥ പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്ന ഒരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരു കുറ്റാന്വേഷണ സിനിമയിൽ ഒരു ക്യൂരിയോസിറ്റി മാത്രമല്ല, നമ്മൾ ഒരാളെ തപ്പി നടക്കുകയാണ്, അതാരാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് വേറെ തലമുണ്ട്. അപ്പോൾ അത് സെൻസിബിളി ആണ് ചെയ്യുന്നതെങ്കിൽ ആ തിയേറ്ററിൽ ഇരിക്കുന്നവർക്കും അറ്റൻഷൻ ഉണ്ടാവും. അവസാനം അതാ ഞാൻ പറയുന്നത്. ഇപ്പം ദൃശ്യത്തിനകത്ത് ദൃശ്യം ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പലരും എന്നോട് ചോദിച്ചു ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്നല്ല അവരോട് ഞാൻ പറഞ്ഞൊരു മറുപടി, പോലീസ് സ്റ്റേഷനിൽ അത് കുഴിച്ചിടുന്ന ആ സീൻ നമ്മൾ കാണിച്ചില്ലായിരുന്നെങ്കിൽ ദൃശ്യത്തിന് സെക്കൻഡ് പാർട്ട് ചെയ്യായിരുന്നു. അതിനൊത്തിരി അന്ന് തന്നെ പലരും പറഞ്ഞപ്പോൾ ഇനി അതില്ല, അത് തീർന്നു, അതോടുകൂടി കഥ ഫിനിഷ്ഡ്. ഈയിടെ ബാഹുബലി ഇറങ്ങിയപ്പം ട്രോൾ ഇറങ്ങി, ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് കാണിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഐഡിയ കിട്ടിയില്ല. പക്ഷെ അന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലാണ് ഇറങ്ങി വരുന്നതെന്ന് പറയുന്നിടത്ത് സാധാരണ ഓഡിയൻസിനെ സെൻസിബിളി പറ്റിച്ച് നമ്മൾ വേറൊരു സാധനം കാണിച്ചപ്പം അതാണ് അവർ എഴുന്നേറ്റ് കൈയടിച്ചത്. പക്ഷേ ആ ക്യൂരിയോസിറ്റി, അപ്പോൾ അന്ന് ഡിറ്റക്റ്റീവ് ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു മെത്തേഡ് ഓഫ് കില്ലിംഗ് ഉണ്ട്. അത് വർക്കൗട്ട് ആവുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിലാണ് ഞാൻ ആ സിനിമ ഉണ്ടാക്കിയത്. അതിനുവേണ്ടി ഇതിൽ നിന്നാണ് ആ സിനിമ ഉണ്ടായത്. പിന്നെ ആ ഒരു സസ്പെൻസ് അതുമെല്ലാം വരുമ്പോൾ പടം നന്നാവും എന്നൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. കാരണം അന്ന് അതുവരെ കേട്ടിട്ടില്ലാത്തൊരു രീതിയാണത്. അതുമല്ല, അതിനകത്ത് വേറെ വ്യത്യാസമുണ്ട്. അതുവരെ സുരേഷ് സാറ് ചെയ്ത പടങ്ങളെല്ലാം ഭയങ്കര കാടുകെട്ടി ഡയലോഗൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ആയിരുന്നു. ഇത് വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിരുന്നു. ആ ഒരു ക്യാരക്ടർ അതിലും ഡിഫറൻസും ഉണ്ട്. ലൈഫ് ഓഫ് ജോസൂട്ടിയെ പറ്റി പറഞ്ഞു, നമ്മൾ മമ്മി ആൻഡ് മീ, ഈ പറഞ്ഞ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് സാർ എഴുതുമ്പോൾ നമ്മുടെ ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആൾക്കാരെ തന്നെയൊക്കെയാണോ വെച്ച് എഴുതുന്നത്? ലൈഫ് ഓഫ് ജോസൂട്ടി എൻ്റെ സ്ക്രിപ്റ്റ് അല്ല, വേറൊരാളുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു. മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന സിനിമ എൻ്റെ വീട്ടിലും എൻ്റെ കസിൻസിൻ്റെ വീട്ടിലും എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലും നാട്ടിലുമൊക്കെ ഉള്ള എല്ലാ വീടുകളിലെയും കഥയാണ്. രസം എന്താണെന്ന് വെച്ചാൽ നമ്മളതിനെ വളരെ ലൈറ്റായിട്ടാണ് കാണുന്നത്. നമ്മുടെ മുമ്പിൽ ഈ അമ്മയും മകളും തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ഈ അമ്മയും മകളും അടക്കം കാണുന്ന അച്ഛനും സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും ചിരിക്കുവാണ്. കാരണം അത്രയേ ഉള്ളൂ, ഒരു സീരിയസ്നെസ് ഇല്ലാത്ത വഴക്കാണ്. പക്ഷെ അമ്മ വേദനിക്കുന്നുണ്ട്. അതൊരു ഹിഡൻ ഫാക്ടറാണ്, അത് ആരും കാണുന്നില്ല. പക്ഷെ സാധാരണ പുരുഷന്മാർ കാണുന്നില്ല സാർ, അതെങ്ങനെ കണ്ടു? അല്ല, ഞാനിതിനെക്കുറിച്ച് ചോദിച്ചു പലരോടും. ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ വഴക്കുണ്ടാകുമ്പോൾ വേദനിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുണ്ട്, അപ്പോൾ എനിക്കൊരു സിസ്റ്ററുണ്ട്. ഇടയ്ക്ക് ഇവർ വല്ല ആർഗ്യുമെൻ്റ് ഞാൻ അമ്മയോട് ചോദിച്ചു, എൻ്റെ കസിൻസിൻ്റെ അവരോട് ചോദിച്ചു. എൻ്റെ കസിൻസ് എന്താ ഇങ്ങനത്തെ പെമ്മക്കളുള്ളവരുണ്ട്. അവർ ചോദിക്കുമ്പോൾ പറയും ശരിക്കും മകൾ പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്, പിന്നെ എന്ത് ചെയ്യാനാ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പം എവിടെയോ ഒരു പെയിൻ അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഞാൻ മറ്റവരുടെ ആംഗിളിൽ നിന്ന് ചിന്തിച്ചു, പിള്ളേരുടെ ആംഗിളിൽ നിന്ന്. അപ്പോൾ ഞാൻ പിള്ളേരോട് കസിൻസ് അമ്മയോടൊക്കെ ചോദിച്ചു. അപ്പം ഇത് പ്രശ്നം വെച്ചാൽ ഇതൊരു ജനറേഷൻ ഗ്യാപ്പിൻ്റെ പ്രശ്നമാണ്. ഈ അമ്മയുടെ അമ്മയോട് വഴക്കുണ്ടാക്കിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇതിങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലൈഫ് ഓഫ് ജോസൂട്ടി സംവിധാനം ചെയ്യുമ്പോഴത്തേക്ക് ദിലീപേട്ടനോടെ വേറെയും ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമാക്കാൻ ശ്രമിച്ചിരുന്നു വളരെ കോൺഷ്യസ്? തീർച്ചയായിട്ടും ആ പ്രൊജക്റ്റ് തന്നെ. അപ്പോൾ ദിലീപ് ജി എന്നോട് ചോദിച്ചു, ജിത്തു ഈ സ്ക്രിപ്റ്റ് എന്താ ജിത്തു, ഇത് ഭയങ്കര ഒരു ഹ്യൂമർ സിനിമകളൊന്നും അല്ല, അതിനകത്തൊരു സീരിയസ്. ഞാൻ പറഞ്ഞു ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്നത് തന്നെ അതാണ്. ഒരു ജോസൂട്ടി എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ ഒരു 30 വർഷത്തെ ജീവിതമാണ് ആ സിനിമ. അപ്പം ഇതിനകത്ത് ഒത്തിരി നല്ല സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ എന്നോട് ദിലീപ് ജി തന്നെ പറഞ്ഞു, ജിത്തു ദൃശ്യം പോലെയുള്ള ഒരു സിനിമ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, അപ്പോൾ അതൊരു റിസ്ക് ഉണ്ട് ഇതിനകത്ത്. ഞാൻ പറഞ്ഞു ദിലീപ് ജി ഞാൻ ഒരു കാര്യം പറയാം, എല്ലാ പടങ്ങളും 100 ദിവസം ഓടിക്കാനും 50 കോടിയോ 100 കോടി കളക്ട് ചെയ്യാനും നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. ഡിഫറെൻ്റ് ആയിട്ടൊരു സിനിമ നമ്മൾ ചെയ്യുന്നു, അത് പ്രൊഡ്യൂസർക്ക് പ്രശ്നമില്ലാത്ത രീതിയിലുള്ളൊരു ബഡ്ജറ്റിലേക്ക് നമ്മളതാക്കി കൊണ്ടുവന്ന് ഒരു നല്ല സിനിമ, ചിലപ്പോൾ അത് വർക്കൗട്ടാകാം, ചിലപ്പോൾ പാളിപ്പോകാം. പക്ഷേ ദൃശ്യം പോലെ ഇങ്ങനെ പടം നിൽക്കുമ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്തപ്പം ദിലീപ് ജിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. അതിനകത്ത് ഓഫ് കോഴ്സ് പുള്ളി ഒത്തിരി ഇമോഷണലായിട്ട് പെർഫോം ചെയ്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഒത്തിരി പേര് പുള്ളി പറഞ്ഞു, എന്നെ ഒത്തിരി പേര് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, സ്ക്രിപ്റ്റിങ്ങിൻ്റെ ആ സമയം സ്ക്രിപ്റ്റൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ദിലീപ് ജിയും അതിനൊരു മാനസികാവസ്ഥയിലെത്തി, നമ്മളൊരു വ്യത്യസ്തമായ സിനിമ ചെയ്യുന്നു, എലമെൻ്റ് ഓഫ് റിസ്ക് ഉണ്ട്, എന്തായാലും ഞാനൊരു ത്രില്ലർ ചെയ്യുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അപ്പം നമ്മൾ രണ്ടും കൽപ്പിച്ച് നമ്മൾ ആ സിനിമ ചെയ്തു.
അത് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത് ഒത്തിരി ആൾക്കാരുണ്ട്, ഫാമിലിയും പ്രത്യേകിച്ച് എബ്രോഡുള്ളവർ. പക്ഷേ അപ്പോൾ തുടക്കം തൊട്ട് ഈ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇത് എഴുതി, നോ സസ്പെൻസ് നോ ട്വിസ്റ്റ് ഒൺലി ലൈഫ് അങ്ങനെ എന്തോ ഒരു ഇത് എഴുതി. ട്വിസ്റ്റ് ഇല്ല, സസ്പെൻസ് ഇല്ല, ഒരു ജീവിതം മാത്രം, അത് തന്നെ എന്ന് എഴുതി. പടം ഇറങ്ങിക്കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട്, എൻ്റെ പൊന്നേട്ടൻ ഇങ്ങനത്തെ പടമൊന്നും ചെയ്യല്ലോ. എന്നെ പറ്റും, ചേട്ടൻ ത്രില്ലർ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ ഇനി ഇങ്ങനത്തെ പടം ചെയ്യും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ ത്രില്ലർ അല്ല, ഞാൻ ട്വിസ്റ്റ് ഇല്ല സസ്പെൻസ് ഇല്ല എന്നൊക്കെ ഇതിനകത്ത് എഴുതിയത്. എന്നാലും എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചു ചേട്ടൻ്റെ പടമായതുകൊണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും നുണ പറയാറില്ല ഓഡിയൻസിനോട്. എൻ്റെ ഊഴം ഇറങ്ങുന്ന സമയത്ത് ഞാൻ എന്താ പറയുക, ഞാൻ ഇതിൽ ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊരു ഗ്രേറ്റ് സിനിമയൊന്നുമല്ല, ഒരു ക്ലീഷേ സബ്ജക്റ്റാണ്. അതെടുത്തൊന്ന് മോഡേണൈസ് ചെയ്തൊരു അതിൻ്റെ ഒരു നരേഷൻ പാറ്റേൺ ഒരു പുതുമയുള്ള രീതിയിൽ എൻ്റെ കഥ പറയുന്നു. അവിടെയും പാളിച്ചു പറ്റിയിട്ടുണ്ട്. ആ രീതിയിൽ ഞാൻ കഥ പറഞ്ഞ അതിൻ്റെ ഒരു ഡയറക്ടോറിയൽ റൈറ്റേഴ്സ് ഒരു ഇതിൽ ഞാൻ കഥ പറഞ്ഞപ്പോൾ കുറച്ച് ഇമോഷൻസ് കട്ടായിപ്പോയി. മാത്രമല്ല പലർക്കും മനസ്സിലായില്ല. ഇനി ഇതൊക്കെ പോട്ടെ, അതൊരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു സിനിമ ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിലൊക്കെ, അവർ പല IQ ലെവലിലുള്ളവരാണ്. ദൃശ്യം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ് പലരും ചോദിച്ചു, സത്യത്തിലെ ബോഡി എവിടെയായിട്ടില്ല ലാസ്റ്റ്, കാരണം വിഷ്വലിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇന്റർകട്ട് ചെയ്ത് കാണിച്ചു. അതിനകത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് മറ്റേ, എന്നിട്ടത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നോക്കാൻ. അപ്പൊ പിന്നെ എനിക്ക് പ്രശ്നമില്ല, ഊഴത്തിന് പലർക്കും മനസ്സിലായില്ല റിമോട്ടായിരുന്നു ബോംബെന്ന്. പിന്നെ അത് ഒരു കാര്യമുണ്ട്, എൻ്റെ ഫ്രണ്ട് ഒരിക്കൽ ഒരു സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമ, എൻ്റെ അല്ല, സിനിമ കണ്ട് പുള്ളി ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, എന്നാ തല്ലിപ്പുള്ളി സിനിമയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. നീ എന്നാ അങ്ങനെ പറഞ്ഞു, ഇവിടെ എല്ലാവരും പറഞ്ഞു നല്ല സിനിമയാണ്, നന്നായിട്ട് അത് അത്യാവശ്യം ഓടുന്നുമുണ്ട്. എടാ എനിക്ക് പടം ഇതല്ലേ എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഫാമിലിയെയും കൊണ്ട് പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആ പടം കൊള്ളാൻ കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ആദ്യം തന്നെ പറഞ്ഞു, അതെ ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം നമ്മൾ ആ സിനിമ കാണുന്ന ഇരിക്കുമ്പോൾ ഉള്ള മാനസികാവസ്ഥകളുണ്ട്, അതൊക്കെ അതിനകത്തൊരു ഫാക്ടറാണ്.